ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം വിവിധ വകുപ്പുകൾ നടപ്പാക്കുന്ന പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താനായി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗങ്ങൾ നിലമ്പൂരിലെത്തി. ഗോത്രവർഗ മേഖലയായ മാഞ്ചേരി ഉന്നതിയിലാണ് സംഘം എത്തിയത്. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ, കമ്മീഷൻ അംഗം വി രമേശൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സന്ദർശനം നടത്തിയത്. മാഞ്ചേരി ഗോത്രമേഖലയിലുള്ള ദീമ്പ് വളവ്, ചൊട്ടാക്കുട്ടി, മൈലാടിപ്പൊട്ടി എന്നിവിടങ്ങളിലെ പൊതുവിതരണ വകുപ്പിന്റെ ഭക്ഷ്യധാന്യ വിതരണ കേന്ദ്രങ്ങൾ കമ്മീഷൻ സന്ദർശിച്ചു. വിതരണ സംവിധാനം വിലയിരുത്തുകയും റേഷൻ വാങ്ങുന്ന ഗോത്രവർഗക്കാരോട് വിവരങ്ങൾ ആരായുകയും ചെയ്തു. ശേഷം മൈലാടിപ്പൊട്ടി ഉന്നതിയിലെ വീടുകളിലും കമ്മീഷൻ എത്തി. ഗോത്രവർഗ മേഖലയിലുള്ളവർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ വിലയിരുത്തി. റേഷൻ വിഹിതമായി നൽകുന്ന ഗോതമ്പിന് പകരം ഗോതമ്പ് പൊടി നൽകണമെന്ന് ഉന്നതികളിലുള്ളവർ ആവശ്യപ്പെട്ടു. ഗോതമ്പ് പൊടിക്കാനുള്ള സംവിധാനം ഊരുകളിൽ ഇല്ലാത്തതിനാലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. ഉന്നതികളിലുള്ളവർ അനുഭവിക്കുന്ന മറ്റ് പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മേഖലയിലെ പോഷകാഹാര വിതരണവും ഭക്ഷ്യധാന്യ വിതരണവും നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നും കമ്മീഷൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. സ്വർണം വാങ്ങി, പക്ഷെ ബില്ല് വാങ്ങിയില്ല. അയ്യോ, കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട, GST ലാഭിക്കാന്നൊക്കെ. ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നത്. നാളെ ഒരു നിയമം വരും. ഒറ്റ രാത്രി കൊണ്ട് 1000-ന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ, അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ സ്വർണം അണിയാൻ വേണ്ടി മാത്രമുള്ളല്ലോ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടല്ലേ. അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ GST നൽകിയെന്ന് ഉറപ്പുവരുത്തുക. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ.